വലിയ പോരാട്ടത്തിലൂടെ തന്നെ ഭരണ തുടർച്ച നേടിയിരിക്കുന്ന സംസ്ഥാനം ആണ് അസം. അസമിൽ ഇതാ മുഖ്യമന്ത്രിയായി ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ് നാളെ ഹിമന്ത ബിശ്വ ശർമ്മ എന്നതാണ്. അതാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയൊക്കെ ഉള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നത് തന്നെയാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് 3ാം തവണയാണ് സർക്കാർ അധികാരത്തിൽ ഏറുന്നത്. അങ്ങനെ ഇതാ ഹിമന്ത ബിശ്വ ശർമ്മ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകുന്നു. 102 പേരുടെ പിന്തുണയാണ് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ഇപ്പോൾ ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രിയ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത് 126 അംഗ നിയമസഭയാണ് അസമിലേത് എന്നതാണ്. അവിടെയാണ് 102 പേരുടെ പിന്തുണ. അതായത് കേരളത്തിൽ 140 സീറ്റുകളിൽ 102 സീറ്റുമായാണ് UDF അധികാരത്തിലേക്ക് വരുന്നത് എങ്കിൽ 126 സീറ്റുകളുള്ള അസമിൽ 102 അംഗങ്ങളുമായാണ് ഹിമന്ത ശർമ്മ വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഈ ഹിമന്ത ശർമ്മയെ യോഗം ചേർന്നുകൊണ്ട് കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം JP നദ്ദയാണ് ഇത്തരത്തിൽ ഹിമന്ത ശർമ്മ തന്നെ ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്ന കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. ഹിമന്ത ശർമ്മയ്ക്ക് സർക്കാർ രൂപീകരിക്കുമ്പോൾ BJPക്ക് മാത്രം 82 അംഗങ്ങൾ ഉണ്ട് എന്നതാണ്. അസം ഗണപരിഷത്തിന് 10 അംഗങ്ങൾ ഉണ്ട് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിൽ ആണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ പോലും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം അവിടെ BJPക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. പക്ഷേ പിന്തുണ അർപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ അസം ഗണപരിഷത്തിന് ഒരുപക്ഷെ മന്ത്രിസഭയിൽ കൃത്യമായൊരു പ്രാതിനിധ്യം ലഭിച്ചേക്കാം. അതോടൊപ്പം തന്നെയാണ് ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടിനും 10 അംഗങ്ങൾ ആണ് ഉള്ളത്. ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടിനും മന്ത്രിസഭയിൽ ഇടം നൽകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ മന്ത്രിസഭ രൂപീകരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകും എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോൾ ഭരണ തുടർച്ചയാണ്. പ്രതിപക്ഷത്തായിരുന്നു കോൺഗ്രസ്. അങ്ങനെ ഒരു മടങ്ങിവരവിനുള്ള അവസരം ആയിരുന്നു. പക്ഷേ കേരളത്തിൽ സംഭവിച്ചതുപോലെ അസമിൽ സംഭവിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല ദേശീയ തലത്തിലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. കാരണം ക്രിസ്ത്യൻ വോട്ടർമാർ ഒക്കെ ഉള്ള പ്രദേശം. അതുകൊണ്ട് തന്നെ അതുമാത്രവുമല്ല ഈ വടക്ക് കിഴക്കൻ മേഖലകളിൽ തുടർച്ചയായി തന്നെ അധികാരത്തിലേക്ക് ഇരിക്കാൻ പറ്റുമ്പോൾ പല ആരോപണങ്ങളെയും കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയുടെ ദേശീയ നേതാക്കളുമൊക്കെ തള്ളിക്കളയുന്നത് ഈ വോട്ട് വിഹിതവും ഇവിടുത്തെ ഭരണവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. മണിപ്പൂരിൽ വലിയ തോതിലുള്ള സംഘർഷമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, BJPയുടെ അജണ്ടയാണ് എന്നൊക്കെ പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം BJPയാണ് ഭരണത്തിലിരിക്കുന്നത് എന്നതാണ് പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത്. എന്തു തന്നെയാണെങ്കിലും അസമിൽ ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വരികയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.